ഹായ് സ്റ്റുഡൻസ്, JEE മെയിൻസിൻ്റെ സെഷൻ 2 കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ആയി കഴിഞ്ഞു. ഇതിനുശേഷം ഇനി അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻസിലായിരിക്കും കുറേ പേരെന്നറിയാം. കുറേ പേര് NITസിലേക്കും IITസിലേക്കും അതേപോലെ തന്നെ ഗിഫ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കൊക്കെ നോക്കുന്നവരുണ്ടായിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾ NITസിലേക്കോ IITസിലേക്കോ ആയിട്ടില്ല, ജോസൻ്റെ കൗൺസിലിംഗ് വരുന്നതേ ഉള്ളൂ. അത് JEE അഡ്വാൻസിൻ്റെ റാങ്ക് ലിസ്റ്റിന് ശേഷമാണ് IITസിലേക്കുള്ള ഇത് വരുന്നത്. ഇപ്പം നിലവിൽ JEE മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം NITസിലേക്ക് കയറാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൺവേ ചെയ്യുന്നൊരു വീഡിയോ ആണത്. സോ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം JEE മെയിൻസ് എക്സാം കഴിഞ്ഞു, JEE മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് NIT+ സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെ JEE അഡ്വാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ IIT സിസ്റ്റത്തിലേക്കാണ് പ്രവേശിക്കുക. അപ്പം JEE അഡ്വാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് IITയിലേക്കാണ് ഉപയോഗിക്കുക. JEE മെയിൻസിൻ്റെ റാങ്ക് NITയിലേക്കായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇതുപയോഗിച്ച് ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ IITസിലേക്കും NITസിലേക്കും IIITസിലേക്കും GFTIസിലേക്കും ഒക്കെ ഉള്ള കോമൺ ആയിട്ട് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റം, നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണത്. അപ്പോൾ അത് പല റൗണ്ടുകളിലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് പ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഒരു ഓർഡർ ആക്കി ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ വരുന്നത്. അപ്പം ജോസ കൗൺസിലിംഗ് എന്നാണ് ശരിക്കും അതിനെ പറയുന്നത്. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി എന്നാണ് ജോസ പറയുന്നത്. സോ JOSAA.nic.in എന്ന വെബ്സൈറ്റിലാണ് ശരിക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ളത്. സോ നിലവിലിപ്പം വെബ്സൈറ്റ് ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല. JEE അഡ്വാൻസ്ഡ് റിസൾട്ടിന് ശേഷമേ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് NITസിലേക്ക് നോക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സസും കോളേജസും സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം josa.nic.in വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം പല FAQ കാണാം. നിങ്ങൾക്ക് ജോസനെ കുറിച്ചൊരു പ്രോപ്പർ ഔട്ട്ലുക്ക് കിട്ടാൻ നിങ്ങൾക്ക് FAQ വായിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ബിസിനസ് റൂൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ജോസ കൗൺസിലിംഗ് എന്നും അതേപോലെ അവിടുത്തെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ കാറ്റഗറീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ CRL എന്ന് പറയും, കോമൺ റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഓപ്പൺ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ശരിക്കും അത്. അതിനുശേഷമാണ് പല പല കാറ്റഗറി വരുന്നത്. ഇപ്പോൾ ജനറൽ, EWS, SC ST PWD, EWS PWD, അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ josa.nic.in വെബ്സൈറ്റിൽ കയറുമ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്സ് 2024 എന്ന് പറഞ്ഞൊരു ലിങ്ക് അവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് നോക്കുന്നുണ്ടെന്ന് അറിയാം. ഇൻ കേസ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്സ് 2024 എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് കാണാം. ആ സെഗ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്പണിംഗ് ക്ലോസിംഗ് റാങ്ക്സിനവിടെ റൗണ്ട് നമ്പർ എന്ന് കാണിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, അക്കാഡമിക് പ്രോഗ്രാം, കാറ്റഗറി, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നുള്ള, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നുള്ളൊരു കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോഴും റൗണ്ട് 1 നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന റൗണ്ടിൽ നിങ്ങളുടെ റാങ്ക് എത്ര വരെ കട്ട് ഓഫ് ആവും, മാക്സിമം ഓഫ് ഒരു 4 വരെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. 4 വരെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു റൗണ്ട് 4 കൊടുത്തു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഞാൻ നോക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഞാൻ നോക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റാണ്, NIT കാലിക്കറ്റാണ് ഞാൻ നോക്കുന്നത്. അക്കാഡമിക് പ്രോഗ്രാം ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. ഇനി എൻ്റെ കാറ്റഗറി ചൂസ് ചെയ്യണം. ഈ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പൺ കാറ്റഗറി ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ കാറ്റഗറിയാണോ അതിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ കാറ്റഗറി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പം അവർ പറയുന്നുണ്ട്, അതായത് നമ്മുടെ JEE മെയിൻസിൻ്റെ അവസാന റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ ഒരു CRL എന്ന് പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് സാധാരണ ഓപ്പൺ കാറ്റഗറിയിലെ അവിടെ എന്താണ് ഓപ്പണിംഗ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് ഒക്കെ എന്ന് പറഞ്ഞ വലിയൊരു ടേബിൾ വരും അവിടെ കാണിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ CRL ആണ്, അല്ലെങ്കിൽ കോമൺ റാങ്ക് ലിസ്റ്റ് ആണ്. അതേസമയം ഇൻ കേസ് നിങ്ങൾ EWS, OBC NCL, SC ST ഈ കാറ്റഗറീസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് നിങ്ങളുടെ കാറ്റഗറി റാങ്ക്സ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. ഓപ്പൺ കാറ്റഗറിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ കാറ്റഗറി റാങ്കാണ് അവിടെ ഡിസ്പ്ലേ ആവുക. ഏതെങ്കിലും പ്രത്യേക പർട്ടിക്കുലർ കാറ്റഗറിയാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ആ കാറ്റഗറി റാങ്കാണ് ശരിക്കും അവിടെ ഓപ്പണിംഗ് ക്ലോസിംഗ് റാങ്കിന് അവിടെ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ആവുക. അപ്പോൾ അങ്ങനെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം അവിടെ HS OS എന്നും പറഞ്ഞ് നമുക്ക് കാണാം. ഞാനിവിടെ കാലിക്കറ്റ് എടുക്കാനുള്ള റീസൺ നമ്മളിതിന് മുമ്പ് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കേരളത്തിൽ നേറ്റിവിറ്റി ഉള്ള സ്റ്റുഡൻസിന്
ഹോം സ്റ്റേറ്റ് കോട്ടയും ഓപ്പൺ സ്റ്റേറ്റ് കോട്ട നമുക്ക് എല്ലാ NITസിലും കിട്ടുന്നതാണ്. അത് ഓൾ ഇന്ത്യ കോട്ട പോലെയാണ് ഈ ഓപ്പൺ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്നത്. എല്ലാ NITസിലും നമുക്ക് ഓപ്പൺ സ്റ്റേറ്റ് കോട്ട വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഹോം സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് കുറച്ചും കൂടെ താഴ്ന്ന റാങ്കുകളിൽ നമുക്ക് എന്ത് ചെയ്യും, ഹോം സ്റ്റേറ്റ് കോട്ട നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഹോം സ്റ്റേറ്റ് കോട്ട നമുക്കുള്ളത് NIT കാലിക്കറ്റിലാണ്. അപ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഓപ്പൺ കാറ്റഗറിയിലുള്ള എന്താണ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ റാങ്ക് 31,899 ക്ലോസിംഗ് റാങ്ക് റൗണ്ട് 4-ൽ. അതേസമയം ഹോം സ്റ്റേറ്റ് കോട്ടയിലേക്ക് വന്നപ്പോൾ ഓപ്പൺ റാങ്കിന് ജനറൽ ന്യൂട്രൽ കാറ്റഗറിയിൽ 39,320 ഏകദേശം ഒരു 8,000 റാങ്കുകൾക്ക് അനുസരിച്ച് അവിടെ വ്യത്യാസം ഹോം സ്റ്റേറ്റ് കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് NIT കാലിക്കറ്റിൽ മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള NIT ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ കുറച്ച് NITs ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇനിയിപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾ മാക്സിമം ജോസ കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോഴിപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, NIT ഉണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതിൽ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം. IIT ഇപ്പോൾ നോക്കണ്ട, കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീൻ്റെ റാങ്കിങ് വരുന്നത് JEE അഡ്വാൻസിന് ശേഷമാണ്. JEE അഡ്വാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷിന് ശേഷമാണ് ശരിക്കും IITയിലേക്കുള്ള നമുക്കത് നോക്കാൻ സാധിക്കുക. അപ്പോൾ ഇപ്പം മെയിൻസ് വഴി നിങ്ങൾ NIT പ്ലസ് സിസ്റ്റത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ജോസ കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് നിങ്ങളുടെ ബ്രാഞ്ചസും കോളേജസും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്കിനി വരുന്ന വീഡിയോസിൽ NIT കാലിക്കറ്റിലും അതേപോലെ തന്നെ കുറച്ച് ടോപ്പ് NITസിലുമാണ് ടോപ്പ് ഓഫറിംഗ് കോഴ്സസും അതേപോലെ കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.